ഈ പഠനങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള പഠനമാണ് ഭാഷാ പഠനം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിക്കണം, എഞ്ചിനീയറിംഗ് പഠിക്കണം, ഫിസിക്സ് പഠിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് തയ്യാറെടുപ്പ് നടത്തേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഈ ആളെ നമ്മൾ ഡൽഹിയിലോ നോർത്ത് ഇന്ത്യയിലോ ഉള്ള ഒരു ടൗണിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ 6 മാസം താമസിപ്പിച്ചാൽ ആൾക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും വരും. ആരെങ്കിലും പഠിപ്പിക്കണോ? ഒരാളും പഠിപ്പിക്കാതെ തന്നെ ഒരാൾക്ക് ഹിന്ദി സംസാരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ പോയി നോക്കുക. ബാംഗ്ലൂരിലുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അങ്ങനെ ഒരു ഭാഷ പഠിക്കാനായിട്ട് ഒരു ബുദ്ധിയുടെ ആവശ്യം യഥാർത്ഥത്തിലില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഏതൊരാൾക്കും ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ, ഇപ്പോഴത്തെ കാലത്താണ് LKG പോകുന്ന സമയത്ത് നമ്മൾ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്.